അൽസലാം ദൃശ്യം 2-ൻ്റെ രണ്ടാം ദിനത്തെ ഡൊമസ്റ്റിക് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 12,85,00,000 രൂപയാണ് ഡൊമസ്റ്റിക്കിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. ആദ്യ ദിനം 18 കോടി നേടിയ ചിത്രത്തിന് രണ്ടാം ദിനം ഒരു വർക്കിംഗ് ഡേയിൽ 13 കോടിക്ക് അടുത്ത് എന്ന് പറഞ്ഞാൽ അതും ഒരു റെക്കോർഡ് തന്നെയാണ്. കേരളത്തിൽ നിന്ന് 9,05,00,000 രൂപ നേടിയപ്പോൾ കർണാടകത്തിൽ നിന്ന് 1,45,00,000 രൂപ നേടാൻ കഴിയും. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് രണ്ടാം ദിനവും 1 കോടിക്ക് മുകളിൽ 1,10,00,000 രൂപ നേടി. തമിഴ്നാട്ടിൽ നിന്ന് 60,00,000 രൂപ നേടുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 65,00,000 രൂപ നേടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ടോട്ടൽ 12,85,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. രണ്ടാം ദിനം സിനിമയുടെ കളക്ഷനായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 80 കോടി രൂപയ്ക്ക് മുകളിലുണ്ടാകും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ പല റെക്കോർഡുകളും ഈ ഒരു സിനിമ തീർത്തിരിക്കുകയാണ്. ഒരുപക്ഷെ എമ്പുരാൻ തീർത്ത റെക്കോർഡുകൾ പോലും ഈ ഒരു സിനിമ തീർക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള തിരക്കാണ് സിനിമയ്ക്ക് ശനി ഞായർ ദിനങ്ങളിൽ കാണാൻ കഴിയുന്നത്. ശനിയാഴ്ച പ്രീസെയിലൂടെ മാത്രം സിനിമ 7 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഇതാണ് ജനങ്ങളുടെ ആഘോഷം. ഇതാണ് സിനിമ ഇറക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. ഒരു പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു സിനിമ മാർക്കറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ആൻ്റണി പെരുമ്പാവൂർ നമ്മളിലേക്ക് എത്തിക്കുക തന്നെയാണ്. പല പ്രൊഡ്യൂസർമാരും ഇത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഈ ഒരു സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം ഏറ്റവും പീക്ക് ടൈമിൽ 42,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയെങ്കിൽ രണ്ടാം ദിനവും കഴിഞ്ഞ് മൂന്നാം ദിനത്തിലും സിനിമയ്ക്ക് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുന്നു. അതായത് പ്രീസെയിൽ കളക്ഷനും കൂടെ കാത്തുവെക്കുമ്പോൾ വരുന്ന വാരത്തിൽ, അതായത് അടുത്ത വെള്ളി ശനിക്ക് മുമ്പ് സിനിമ 300 കോടിയും കടന്നിട്ടുണ്ടാകും. അത്രത്തോളം തിരക്കാണ് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. തമിഴ്നാട് രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് മൊത്തമായി വന്നിരിക്കുന്നത് 2,39,00,000 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രമായി 1,07,00,000 രൂപയും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അവിടെ വമ്പൻ വിജയ ചിത്രങ്ങൾ ഓടുമ്പോഴും ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹോൾഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ലാൽസലാം.